ഹായ് മക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിലെത്തിയിട്ടുള്ളത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ്. അപ്പൊ ആർക്കാണ് ഈ സന്തോഷ വാർത്ത അറിയോ? നമ്മുടെ BEdന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ടാവും, അതേപോലെ DLEdന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ടാവും, അത് കഴിഞ്ഞവരുണ്ടാവും. അപ്പോൾ പുതിയ കേട്ടറ്റ് 2025 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 2025 കേട്ടറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അടുത്ത കേട്ടറ്റ് അടിച്ചിട്ട് എനിക്ക് LP എക്സാം എന്ത് ചെയ്യണം, നേടിയെടുക്കണം, UP എക്സാം നേടിയെടുക്കണം, അതേപോലത്തെ വരാനിരിക്കുന്ന പരീക്ഷകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പരീക്ഷകളും നേടിയെടുക്കണം എന്നുള്ളൊക്കെ ചിന്തയോടുകൂടി കേരളത്തിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോ നിലവിൽ പുറത്തുണ്ട്. അതേപോലെ തന്നെ പഠനം തുടങ്ങിയിട്ടുമുണ്ട്. അതേപോലെ തന്നെ BEd കോളേജിലും DLEd കോളേജിലും ഒക്കെ പഠിക്കുകയാണ്. അപ്പൊ അവർക്ക് സന്തോഷ വാർത്തയാണത്. നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. അപ്പൊ ആ നോട്ടിഫിക്കേഷനെ കുറിച്ച് ചെറിയൊരു ധാരണ ഞങ്ങൾക്ക് തരാം. നമ്മൾ ആദ്യത്തെ ഒരു ബോക്സ് നിങ്ങൾ കണ്ടില്ലേ, ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ, ഓർമ്മിക്കേണ്ട ദിവസങ്ങളാണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങൾ അത് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കേട്ടറ്റ് അടിച്ചിട്ട് LP UP പരീക്ഷകൾ പോലത്തെ എക്സാമുകളൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓർമ്മിക്കേണ്ട ദിവസങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി ഇപ്പൊ കുറച്ച്, ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് മുമ്പാണ് കേട്ടറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തു വന്നത്. അപ്പോ നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കേണ്ട തീയതി എന്ന് പറഞ്ഞാൽ 3/7/2025 3/7/2025 7 മാസം 3-ാം തീയതി എന്ത് ചെയ്യും, ആ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതിയാണ്. അതേപോലെ ഓൺലൈൻ അപേക്ഷിക്കുന്നതിനും ഫീസ് അടക്കുന്നതിനുമുള്ള അവസാന തീയതി, എല്ലാത്തിനും ഒരു ഡെഡ് ലൈൻ ഉണ്ടാവും. അവസാന തീയതി 3-ാം തീയതി തുടങ്ങും, 7 മാസം 3-ാം തീയതി തുടങ്ങും. അതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത് 7 മാസം 10-ാം തീയതിയാണ്. 2025 7 മാസം 10-ാം തീയതിയാണ് നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷന്റെ കാലാവധി തീരുന്നത്, അപേക്ഷിക്കുന്നതിന്റെ കാലാവധി തീരുന്നത്. പിന്നെ നിങ്ങൾക്ക് അപേക്ഷിച്ചതിന്റെ ഫൈനൽ പ്രിന്റ് എടുക്കുന്നതിനുള്ള അവസാന തീയതി അന്ന് തന്നെയാണ്, 10/7/2025 എന്നാണ്. ഇത് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആ വെബ്സൈറ്റ് നമ്മൾ എടുത്തതാണ്. അതേപോലെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട തീയതി 14-ാം തീയതി, അടുത്ത 8-ാം മാസം 14-ാം തീയതി ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റിൽ നിന്ന് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങളൊക്കെ കേട്ടറ്റ് നിങ്ങൾക്ക് വേണം. 2027 വിളിക്കാനിരിക്കുന്ന LP UP പരീക്ഷകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണം. അതുകൊണ്ട് കേട്ടറ്റ് അനിവാര്യമാണ്. കേട്ടറ്റ് 1, കേട്ടറ്റ് 2, അതേപോലെ തന്നെ കേട്ടറ്റ് 3 ഒക്കെ നിങ്ങൾക്ക് അനിവാര്യമാണ്, നിങ്ങൾ ടീച്ചേഴ്സ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഇത് അപേക്ഷിക്കേണ്ട തീയതി തുടങ്ങുന്നത് 7 മാസം 3-ാം തീയതിയാണ്. അതിന്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 7 മാസം 10-ാം തീയതിയാണ്. അത് പ്രിന്റ് എടുക്കാനുള്ള തീയതി എന്ന് പറയുന്നത് അതേ 7 മാസം 10-ാം തീയതി തന്നെയാണ് പ്രിന്റ് എടുക്കേണ്ടത്. പിന്നെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ളത് 8-ാം മാസം 14-ാം തീയതിയാണ്. ഓക്കെ, ഇനി പരീക്ഷ ടൈം ടേബിൾ ആണ് ഇനി പറയാൻ പോകുന്നത്. ടൈം ടേബിളും കൂടി അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാറ്റഗറി 1 8-ാം മാസം 23-ാം തീയതിയാണ് കാറ്റഗറി 1. 23/8/2025 ശനിയാഴ്ച രാവിലെ 10 മുതൽ 12 വരെ 2.5 മണിക്കൂറാണ് അതിന്റെ എക്സാം. 2.5 മണിക്കൂറാണ് ആ കേട്ടറ്റിന്റെ ഡ്യൂറേഷൻ, എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. കാറ്റഗറി 1 8-ാം മാസം 23-ാം തീയതി ശനിയാഴ്ച. അതേപോലെ കാറ്റഗറി 2 23-ാം തീയതി 8-ാം മാസം തന്നെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ 4:30 വരെയാണ്. 4:30 വരെയാണ്. അതേ ദിവസം തന്നെ 8-ാം മാസം 23-ാം തീയതി രാവിലത്തെ സെഷൻ കാറ്റഗറി 1ന്റെ എക്സാം നടക്കും. അന്ന് ഉച്ചക്കത്തെ സെഷനിൽ കാറ്റഗറി 2ന്റെ എക്സാം നടക്കും. അതേപോലെ കാറ്റഗറി 3യുടെ എക്സാം അടുത്ത ദിവസം 8-ാം മാസം 24-ാം തീയതി ഞായറാഴ്ചയാണ് നടക്കുക. 10 മണി മുതൽ 12:30 വരെയാണ് എക്സാമിന്റെ സമയം. 10 മണി മുതൽ 12:30 വരെ 24-ാം തീയതി പിറ്റേ ദിവസം. പിന്നെ ലാംഗ്വേജുകളുള്ളവരില്ലേ, ലാംഗ്വേജുകൾ ഹിന്ദി അറബിക്കുള്ളവരൊക്കെ ഇല്ലേ, അവരാണ് കാറ്റഗറി 4-ൽ ഉൾപ്പെടുന്നത്. അവർക്ക് അന്നേ ദിവസം 24-ാം തീയതി അന്നേ ദിവസം ഞായറാഴ്ച തന്നെ 2 മണി മുതൽ 4:30 വരെയാണ്. 2.5 മണിക്കൂറാണ് എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ പ്രിന്റ് എടുത്തതാണ്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൽ യാതൊരു തെറ്റും കൂടാതെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ പറഞ്ഞ തീയതികൾ തന്നെ എന്ത് ചെയ്യുക, പെട്ടെന്ന് അപേക്ഷിക്കുക. ഇനി സൈലത്തെ കുറിച്ച് പറയുകയാണ്. ഞാൻ സൈലത്തിലെ കേട്ടറ്റ് എടുക്കുന്ന പെഡഗോജി ഇംഗ്ലീഷ് ഒക്കെ എടുക്കുന്ന അധ്യാപകനാണ്. ഇംഗ്ലീഷ് 30 മാർക്കാണ്. ഇംഗ്ലീഷ് പെഡഗോജി പ്ലസ് ഇംഗ്ലീഷ് 30 മാർക്കാണ്. അത് കൈകാര്യം ചെയ്യുന്ന സൈലത്തിലെ എഡ്യൂക്കേറ്റർ ആണ്. ഇനി സൈലത്തിന്റെ ഈ കഴിഞ്ഞ
കേട്ടറ്റ് പരീക്ഷകളിൽ ഒരുപാട് റിസൾട്ട് നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. സൈലത്തോടൊപ്പം റിസൾട്ട് കരസ്ഥമാക്കിയ ഒരു ക്രൈറ്റീരിയൻ എഫേർട്ട് ടെസ്റ്റ് ആണ് കേട്ടറ്റ്, നിങ്ങൾക്കറിയാം. അതായത് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റുമായിട്ടാണ് നിങ്ങളുടെ നോളജ് ഏറ്റുമുട്ടുന്നത്. മനസ്സിലായോ? 150-ൽ OBCക്ക് 82 മാർക്കും ജനറലിന് 90 മാർക്കുമാണ് നമ്മൾ നേടാനുള്ളത്. അപ്പൊ ആ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റുമായിട്ടാണ് കേരളത്തിലെ എല്ലാ കേട്ടറ്റ് ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യേണ്ടത്? മത്സരിക്കുന്നത്. അപ്പോ ഈ കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയിൽ നല്ല വിജയം നേടിയ മക്കളുടെ ഫോട്ടോ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒരുപാട് ആളുകളുണ്ട്. എല്ലാം കൂടി ഉൾപ്പെടുത്താൻ ഇതിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് ആളുകളുടെ ഫോട്ടോ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവര് സൈലത്തിലൂടെ കേട്ടറ്റ് നേടിയവരാണ്. അപ്പൊ ഇനി അടുത്തത് നിങ്ങളും സൈലത്തിലൂടെ എന്ത് ചെയ്യുക? കേട്ടറ്റ് നേടുക. സൈലം ആ കേട്ടറ്റിന്റെ കോഴ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് സൈലത്തോടൊപ്പം ചേർന്ന് കേട്ടറ്റ് എന്ത് ചെയ്യുക? കരസ്ഥമാക്കുക. എന്നിട്ട് അടുത്ത LPUP എക്സാം സൈലത്തോടൊപ്പം തന്നെ ക്രാക്ക് ചെയ്ത് സക്സസ് മീറ്റിൽ നിങ്ങളെ കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോ കേട്ടറ്റ് കാറ്റഗറി 1ന്റെ പ്രൈസ് സൈലം സ്റ്റാർട്ട് ചെയ്ത കോഴ്സാണ് കേട്ടറ്റ് കാറ്റഗറി 1 ലൈവ് ക്ലാസ് ആയിരിക്കും. ആ ലൈവ് ക്ലാസ് കാണാൻ സാധിക്കാത്തവർക്ക് റെക്കോർഡായിട്ട് അവിടെ കിടപ്പുണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. കേട്ടറ്റ് 1 കാറ്റഗറി 1 1499 രൂപയാണ്. 1499 രൂപയാണ് കേട്ടറ്റ് 1ന്റെ ഫീസ് എന്ന് പറയുന്നത്. അതേപോലെ കേട്ടറ്റ് 2ന്റെ ഫീസ് എന്ന് പറയുന്നത് 1999 രൂപയാണ്. അതേപോലെ സൈലത്തിന്റെ കേട്ടറ്റ് കാറ്റഗറി 3 ഉണ്ട്, 2499 രൂപയാണ്. അതിന് കേട്ടറ്റ് 3 ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നാച്ചുറൽ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ 4 സബ്ജക്ട് സോഷ്യൽ സയൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 4 സബ്ജക്റ്റുകളാണ് കേട്ടറ്റ് 3ക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സൈലം. ക്ലാസ് എങ്ങനെയാന്ന് വെച്ചാൽ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും. ഡ്യൂറേഷൻ 6 മാസം അല്ലെങ്കിൽ ടിൽ ദ എക്സാം ആണ്, എക്സാം വരെ. ഈ ക്ലാസ്സിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തിട്ട് നിങ്ങളെ ഭാവി ഒരു സർക്കാർ അധ്യാപകരാകുക എന്നുള്ള ആ ഭാവി ലക്ഷ്യം സൈലത്തോടൊപ്പം ആകണം എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ ഇനി കൂടുതലൊന്നും പറയാനില്ല. എന്തെങ്കിലും ക്ലാരിഫിക്കേഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ചുവടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അപ്പൊ സൈലത്തോടൊപ്പം കേട്ടറ്റും LPUPയും. താങ്ക് യു ഓൾ.